മറ്റുള്ളവരെക്കാൾ നല്ലതായി ജീവിച്ചാൽ രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അവർ തങ്ങളെ സമൂഹത്തിലെ ഏറ്റവും മോശമായ ആളുകളുമായി തുലനം ചെയ്ത് അങ്ങനെയുള്ളവരെക്കാൾ തങ്ങൾ നല്ലവരാണെന്ന് സ്വയം പറഞ്ഞ് തൃപ്തിപ്പെടുത്തും. അതിനുവേണ്ടി ആരോഗ്യവും സമയവും സമ്പത്തുമൊക്കെ ചെലവഴിക്കുന്നു. തീർത്ഥാടനങ്ങൾ നടത്തുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ ദൈവം പറയുന്നത് നിങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും തൻ്റെ മുമ്പാകെ കറ പുരണ്ട തുണി പോലെ മാത്രമാകുന്നു എന്നത്രേ. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വന്ദനം. തന്നിൽ ആശ്രയിക്കുകയും തന്നെ കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. അങ്ങല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതലാരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല എന്നാകുന്നു പ്രവാചകൻ വിളിച്ചു പറയുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നാകുന്നു ക്രിസ്തു മാർത്തയോട് അരുളി ചെയ്തത്. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവിടുത്തെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവിടുത്തെ പ്രവൃത്തികളാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നു. കേൾക്കുവാൻ കഴിയാത്ത, കാണുവാൻ കഴിയാത്ത, പ്രവർത്തിക്കുവാൻ കഴിയാത്ത ദൈവമല്ല സർവശക്തനായ ദൈവം. യെശയ്യാ പ്രവചന പുസ്തകം 64 അധ്യായം. ഏക ദൈവമേ ഉള്ളൂ, പല മതങ്ങളിൽ പല പേരുകളിൽ അവൻ അറിയപ്പെടുന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞു കേൾക്കുവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പേരെന്തുമായിക്കൊള്ളട്ടെ, വ്യത്യസ്ത മതങ്ങളിൽ ഈ പറയുന്ന ദൈവങ്ങൾക്ക് തികച്ചും വിപരീതങ്ങളായ സ്വഭാവങ്ങളാകുന്നു എങ്കിൽ അത് എങ്ങനെ അംഗീകരിക്കും? അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പേരെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ശരിയും തെറ്റുമില്ലേ. സത്യവും അസത്യവും അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഉദാഹരണത്തിന്, പൂർണ്ണസമയം മതപ്രവർത്തനങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നവരിൽ നല്ല പങ്കിനും ദൈവത്തിൻ്റെ പേര് അവരുടെ ഉപജീവനത്തിനുള്ളൊരു ഉപാധിയാകാം. രാഷ്ട്രീയക്കാരിൽ അനേകർക്കും ദൈവത്തിൻ്റെ പേരെന്നാൽ വോട്ട് പിടിക്കുവാനുള്ളൊരു തന്ത്രമാകാം. സാധാരണ ജനങ്ങൾക്ക് ദൈവം എന്നാൽ അവരുടെ അസൗകര്യങ്ങളൊക്കെ മാറ്റി സൗകര്യങ്ങളാക്കി കൊടുക്കുന്ന ഒരു ശക്തിയാകാം. എന്നാൽ ഈ പറയുന്ന ലാഘവത്തോടെ കാണേണ്ട ഒരു യാഥാർത്ഥ്യമല്ല ദൈവം എന്നുള്ളത്. ദൈവവുമായുള്ള സംസർഗത്തിൽ മാത്രം യഥാർത്ഥ ജീവിതം സാധ്യമാകുന്ന വിധത്തിലാണ് മനുഷ്യനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ആയതിനാലാകുന്നു ആത്മാർത്ഥതയുള്ള ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ സത്യത്തിനു വേണ്ടിയുള്ളൊരു തൃഷ്ണ എപ്പോഴും അനുഭവപ്പെടുന്നത്. ഈ തൃഷ്ണ തികച്ചും സ്വാഭാവികമാകുന്നു. ഏതൊരു മതസ്ഥാപകരുടെയും ജീവിതം പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു സത്യം എന്തെന്നാൽ, ദൈവത്തിനു വേണ്ടി അവർക്കുണ്ടായിരുന്ന തൃഷ്ണയായിരുന്നു അവരെ ആധ്യാത്മികതയിലേക്ക് നയിച്ചത് എന്നത്രേ. ഞാൻ പേരെടുത്ത് പറയേണ്ടതില്ലല്ലോ. നിർഭാഗ്യവശാൽ അവരിൽ നല്ല പങ്കും സത്യത്തെ അന്വേഷിച്ചത് ശരിയായ മാർഗത്തിലല്ലാതിരുന്നതിനാൽ ഉത്തരം കിട്ടാതെ എങ്ങുമെത്താതെ ലോകം വിട്ടുപോയി. പിന്നെ അവരുടെ ആശ്രിതരും അനുയായികളും തങ്ങളുടെ നിലനിൽപ്പിനായി ഈ പറഞ്ഞ മഹാന്മാരെ ദൈവങ്ങളാക്കി മതങ്ങളുണ്ടാക്കി. സത്യദൈവത്തിനു വേണ്ടി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന തൃഷ്ണയെ അടിച്ചമർത്താതെ അവഗണിക്കാതെ നാം അതിനെ ദൈവത്തിങ്കിലേക്കുള്ള വഴിയും സത്യവും ജീവനുമായവെങ്കിലേക്ക് തിരിക്കേണ്ടതുണ്ട്. ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന്. ദൈവ സാന്നിധ്യത്തിനു വേണ്ടി ദാഹിക്കുന്ന ഹൃദയങ്ങളുടെ യാചനയാണ് യെശയ്യാ പ്രവചനം 64 അധ്യായത്തിൽ നാം കാണുന്നത്. അപ്രകാരത്തിലുള്ള ആഴമായ തൃഷ്ണ കൂടാതെ യാതൊരു മനുഷ്യനും ജീവിക്കുവാൻ സാധിക്കില്ല. ഈ ആഗ്രഹം അടക്കി വയ്ക്കുവാൻ കഴിയാതിരുന്ന സങ്കീർത്തനക്കാരൻ പാടി,
മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? ബൈബിളിലെ അവഗണിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന യെശയ്യാപ്രവചനം 64 അധ്യായം. ഈ ഭാഗത്തിന് അല്പം കൂടുതൽ ഊന്നൽ കൊടുക്കുവാൻ ഞാൻ ശ്രദ്ധിക്കുന്നതിന് കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നാം സഹസ്രാബ്ദാൽപൂർവവാദം ആകുന്നു ശരിയെന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത് അത് വിശദീകരിക്കുവാൻ കൂടിയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇതേക്കുറിച്ച് വളരെ വിശദമായി ചിന്തിക്കുന്നതാണ്. അതെ, മഹാപീഡനത്തിന് മുൻപ് ക്രിസ്തു വരുമെന്ന് നാം വിശ്വസിക്കുന്നതിൻ്റെ കാരണം വ്യക്തമാക്കാൻ. മനസ്സിലായല്ലോ? അതാണ് സഹസ്രാബ്ദാൽപൂർവവാദം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. മഹാപീഡന കാലത്തിന് മുൻപ് സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും. പിന്നീട് ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനായി മഹാപീഡനത്തിൻ്റെ അവസാനത്തിൽ ഭൂമിയിലേക്ക് സഭയുമായി വരുന്നതാണ്. ഇതൊരു സിദ്ധാന്തം മാത്രമല്ല, ഇതത്ര യെശയ്യാപ്രവചനത്തിൽ നാം കാണുന്നത്. ഈ പുസ്തകം മുഴുവനും മിക്കവാറും ഓരോ വാക്യം എടുത്ത് തന്നെ നാം പഠിച്ചു വരികയാണല്ലോ. പ്രവാചകൻ വളരെ കൃത്യമായ ഒരു പരിപാടിയാകുന്നു ഇവിടെ അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു വാക്യത്തിൻ്റെ മുറി എടുത്ത് ഒരു ഉപദേശം സ്ഥാപിക്കുകയല്ല. ദൈവവചനത്തിൽ വ്യക്തമായും കൃത്യമായും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സത്യം വെളിപ്പെടുത്തുകയാണ് വേണ്ടത്. പ്രപഞ്ചത്തിന്മേൽ ദൈവത്തിൻ്റെ നിയന്ത്രണം അംഗീകരിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. 1 വാക്യം ഞാൻ വായിക്കാം. 64 അധ്യായത്തിൻ്റെ യെശയ്യാപ്രവചനം 64 അധ്യായത്തിൻ്റെ 1 വാക്യം. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും. ഭാവിയിൽ ഇസ്രായേലിലെ ശേഷിപ്പിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് പ്രവാചകനെ ഇവിടെ നാം കാണുന്നത്. വീണ്ടും പ്രവചനകാലമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രവചനകാലം, ഭൂതകാലം, ഭാവികാലം എന്ന് പറയുന്നത് പോലെ പ്രവചനകാലം, അതായത് അത് സംഭവിച്ചു കഴിഞ്ഞതുപോലെ ദൈവം കാണുന്നു. സംഭവത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി കാണുന്നത് പോലെയാണ് ദൈവം യെശയ്യാവിന് പ്രവചനം കൊടുക്കുന്നത്. മഹാപീഡന കാലത്ത് ഇസ്രായേലിൻ്റെ ശേഷിപ്പ് ദൈവത്തോട് അപേക്ഷിക്കുന്നത് പോലെയുള്ള അപേക്ഷയാണ് പ്രവാചകൻ നടത്തുന്നത്. ഇത് ഇസ്രായേലിലെ ശേഷിപ്പിനെ പ്രത്യേകം ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും വിശ്വാസികളായ നമ്മെയും അവരോടൊപ്പം ചിന്തിക്കുവാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന ആമേൻ കർത്താവേ വേഗം വരേണമേ എന്നതായിരിക്കേണ്ടത് അത്രേ. മഹാപീഡന കാലത്ത് ഇസ്രായേലിൻ്റെ പ്രാർത്ഥന യെശയ്യാവ് ഇവിടെ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. 2 വാക്യത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിൻ്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ജാതികളെ വിറയ്ക്കുമാറാക്കും. അതാണ് ഇവിടുത്തെ ആശയം. ഇന്ന് ജനങ്ങൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. ഇന്ന് ലോകത്തിലെ രാജ്യങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്നില്ല, അവനെ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ അവസാനം അടുത്തു വരുംതോറും ദൈവിക ഇടപെടലിനെക്കുറിച്ച് ജനം കൂടുതൽ ബോധവാന്മാരാകുമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. 3 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോയി. അന്ന് ശത്രുക്കൾ മലകളെ കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്ന് ഞങ്ങളെ മൂടുവീനെന്ന് നിലവിളിക്കും. വെളിപ്പാട് പുസ്തകം 6 അധ്യായത്തിൻ്റെ 16 വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. ഇനി 4 വാക്യത്തിലേക്ക് വന്നാട്ട്, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. വാസ്തവത്തിൽ പ്രവാചകന്മാർ ഇവിടെ ദൈവത്തോട് പറയുന്നത്, ദൈവമേ, എൻ്റെ ജനത്തെ രക്ഷിപ്പാൻ, എൻ്റെ ജനത്തെ വിടുവിപ്പാൻ, എൻ്റെ ജനത്തെ ഉണർത്തുവാൻ നീ ആകാശം കീറി ഇറങ്ങി വരണമേ എന്നത്രേ. അത്ര അടിയന്തരമായൊരു കാര്യം നീ ചെയ്യണമേ, അല്ല എങ്കിൽ എൻ്റെ ജനം നശിച്ചു പോകുമെന്നത്രേ. ജനത്തെക്കുറിച്ചുള്ള ഭാരം.
ദേശത്തെക്കുറിച്ചുള്ള തൻ്റെ വലിയ ചിന്ത. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ 4-ാം വാക്യത്തെ, അതെ, ഇവിടുത്തെ ചിന്ത വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് ഇങ്ങനെ പറയുന്നു: നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യം യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. എന്നാൽ 10-ാം വാക്യം പറയുന്നത് ഇന്നത്തെ കാലത്ത് പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നാണ്. മഹാപീഡനത്തിൻ്റെ ആ നാളിൽ അവർക്ക് ക്രിസ്തുവിൻ്റെ വരവ് വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മെക്കുറിച്ചും ഇപ്രകാരമാണ് പറയുവാൻ കഴിയുന്നത്: ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴും ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഈ ഭാഗത്തെല്ലാം നമുക്ക് നമ്മെ തന്നെ ഇസ്രായേലിലെ ശേഷിപ്പുമായി ചേർത്ത് ചിന്തിക്കുവാൻ കഴിയും. കാരണം നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ ലോകത്തിൽ നിന്ന് നമ്മെ എടുത്തുകൊണ്ട് പോകുവാൻ നാം പ്രത്യാശയോടെ നോക്കി കാത്തിരിക്കുകയാണ്. ഇസ്രായേലിലെ ശേഷിപ്പാകട്ടെ അന്ന് കർത്താവ് വന്ന് അവൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കും. സഭ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവൻ വന്ന് ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കും. 5-ാം വാക്യം നോക്കിക്കാട്ടെ: സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ നീ എതിരേൽക്കുന്നു, അവർ നിൻ്റെ വഴികളിൽ നിന്നെ ഓർക്കുന്നു. നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിലകപ്പെട്ടു, ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു, ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? പാപം ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നതും അതേസമയം തന്നെ രക്ഷകനിൽ കൂടിയുള്ള വീണ്ടെടുപ്പിൻ്റെ ഉറപ്പും ഇവർക്ക് കാണുവാൻ കഴിയും. ഭൂമിയിലെ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് സമ്മതിക്കുന്നതായിട്ടാണ് തുടർന്ന് 6-ാം വാക്യത്തിൽ നാം കാണുന്നത്. 6-ാം വാക്യത്തിൽ ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ, ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ച് കളയുന്നു. ഈ വാക്യം വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. കാരണം മനുഷ്യന് സ്വയമായി യാതൊരു നീതിയും ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ ഈ വാക്യം സാധാരണ ഉപയോഗിക്കാറുള്ളതാണ്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് മാത്രമല്ല മുഴുവൻ മനുഷ്യജാതിയെക്കുറിച്ചും പറയാവുന്നതാകുന്നു എന്നത്രേ വാസ്തവം. യഹൂദനും യവനനും എല്ലാം ഒരുപോലെ പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ. നമ്മുടെ നന്മ പ്രവൃത്തികളെക്കുറിച്ച് നാം എന്ത് വിചാരിക്കുന്നു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. ഒരു വലിയ തുക പാവപ്പെട്ടവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ദാനം ചെയ്യുന്നതും അനാഥാലയത്തിനോ ധർമ്മ സ്ഥാപനങ്ങൾക്കോ വസ്തുവകകളെ സമ്പാദിക്കുന്നതിനൊക്കെ പണം ദാനം ചെയ്യുന്നതും നല്ലതാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ദൈവം മുൻപാകെ ജഡത്തിൽ ചെയ്യുന്നതെല്ലാം കറ പുരണ്ട തുണി പോലെ മാത്രമാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്. മുൻപ് ഞാൻ പറഞ്ഞ വിധത്തിൽ നാം നന്മ പ്രവർത്തിച്ചും ദാനങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്, ചെയ്യരുതെന്നല്ല. എന്നാൽ മനുഷ്യൻ്റെ രക്ഷയുമായുള്ള ബന്ധത്തിൽ അത് യാതൊരു പ്രയോജനവും മനുഷ്യന് ചെയ്യുകയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല എങ്കിൽ ആ ഉദ്ദേശത്തോടു കൂടി വേണം ചെയ്യുവാൻ. അശുദ്ധമായ ഒന്നിൽ നിന്ന് വിശുദ്ധമായത് കൊണ്ടുവരുവാൻ കഴിയുകയില്ല. ഉദാഹരണത്തിന് ഈ കുഷ്ഠരോഗം ബാധിച്ച ഒരു സുഹൃത്ത് നിങ്ങളുടെ അടുക്കൽ വരുന്നു എന്ന് വിചാരിക്കുക. അയാളുടെ കൈകളിൽ വ്രണം കൊണ്ട് അശുദ്ധമായിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ പൊന്നുകൊണ്ടുള്ളൊരു പാത്രം ഇരിക്കുന്നു എന്നിരിക്കട്ടെ. അതിൽ പാൽപ്പായസം നിറച്ചിരിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ ആ പാൽപ്പായസം വാങ്ങിക്കുടിക്കുവാൻ തയ്യാറായെന്ന് വരില്ല. പാപത്താൽ അശുദ്ധനായ മനുഷ്യനിൽ നിന്ന് ഇതിലധികമായി ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല സുഹൃത്തേ. ഞാൻ പറയുന്നു, ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. പാപിയായ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പാപത്തിൻ്റെ കറ പുരണ്ടിരിക്കുമെന്നത്രേ ഇത് വ്യക്തമാക്കുന്നത്. പാപിയായ മനുഷ്യന് ദൈവത്തിന് പ്രസാദകരമായി യാതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയുകയില്ല. ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ, മുഷിഞ്ഞ വസ്ത്രം പോലെ,
ദൈവം മനുഷ്യൻ്റെ നീതി പ്രവൃത്തികളെ മാറ്റിക്കളയും. ദൈവത്തിന് നമ്മുടെ സ്വയനീതിയുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയുകയില്ല. ഇന്ന് അനേകർ തങ്ങളുടെ നീതി പ്രവൃത്തികൾ കൊണ്ട് രക്ഷ നേടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ആരോഗ്യവും സമയവും സമ്പത്തും ഒക്കെ ചെലവഴിക്കുന്നു. തീർത്ഥാടനങ്ങൾ നടത്തുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, പണം ചെലവഴിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നത് നിങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും എൻ്റെ മുമ്പാകെ കറപുരണ്ട തുണി പോലെ മാത്രമാണ്. ദൈവത്തിന് അത് ആവശ്യമില്ല. നീതി പ്രവൃത്തികൾ ദൈവം അതിനെ അംഗീകരിക്കുകയില്ല. മറ്റുള്ളവരെക്കാൾ നല്ലതായി ജീവിച്ചാൽ രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ തങ്ങളെ സമൂഹത്തിലെ ഏറ്റവും മോശമായ ആളുകളുമായി തുലനം ചെയ്ത് അവരെക്കാൾ തങ്ങൾ നല്ലവരാണെന്ന് സ്വയം തൃപ്തിപ്പെടുന്നു. എന്നാൽ അതും നമ്മെ രക്ഷിക്കുകയില്ല. പാപിയായ മനുഷ്യൻ ഒന്നാമതായി ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വഴിയിൽ വരികയാണ്. പാപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ തൻ്റെ നന്മ പ്രവൃത്തികളിൽ ആശ്രയിക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ വഴിയായ യേശുക്രിസ്തുവിൽ വരിക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഒരിക്കൽ അഭ്യസ്ത വിദ്യയായ ഒരു യുവതി തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, എന്നെപ്പോലെ സന്മാർഗ ജീവിതം നയിക്കുന്ന ഒരുവൾക്ക് കേവലം ബോധമില്ലാതെ ജീവിക്കുന്ന ഒരുവളേക്കാൾ സ്വർഗത്തിന് അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിന് ആ കൂട്ടുകാരി മറുപടി പറഞ്ഞു, ആകട്ടെ, നമ്മൾ രണ്ടുപേരും കൂടി ഒരു സംഗീത സദസ്സിന് പോകുന്നു എന്നിരിക്കട്ടെ. 500 രൂപയാണ് പ്രവേശന ടിക്കറ്റിന് കൊടുക്കേണ്ടത്. എൻ്റെ പക്കൽ 1 രൂപ പോലുമില്ല. നിൻ്റെ പക്കൽ 400 രൂപയുണ്ട്. നമ്മിൽ ആർക്കാണ് പ്രവേശനത്തിന് അർഹതയുള്ളത്? തീർച്ചയായും 2 പേർക്കും ഇല്ല എന്നുള്ളതാണ് മറുപടി. ഈ സമയത്ത് നമ്മോട് സ്നേഹമുള്ള ആരെങ്കിലും വന്ന് നമുക്ക് 2 പേർക്കും ഓരോ ടിക്കറ്റ് വാങ്ങി തന്നാലോ? എന്ത് സംശയം, നമ്മൾ 2 പേരും സദസ്സിൽ പ്രവേശിക്കും. അപ്പോൾ കൂട്ടുകാരി അവളോട് പറഞ്ഞു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഈ തിരുവചനം നീ ഓർക്കുന്നില്ലേ? എന്നാൽ കർത്താവായ യേശുക്രിസ്തു നാം എല്ലാവരുടെയും പാപം തൻ്റെ മേൽ വഹിച്ച് നമ്മെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്തു. അങ്ങനെ അവൾ തൻ്റെ കൂട്ടുകാരിക്ക് സത്യം വ്യക്തമാക്കി കൊടുത്തു എന്നാണ് കഥ. ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ അത്രേ. അതെ, അതിൽ നിന്നും ഒന്നും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകുവാൻ സാധ്യമല്ല. 8-ാം വാക്യം ഞാൻ വായിക്കാം. 64:8. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണിയത്രേ. സൃഷ്ടിപ്പിൽ കൂടി ദൈവം നമ്മുടെ പിതാവാകും. എന്നാൽ മനുഷ്യന് അന്ന് നൽകപ്പെട്ട ആ പദവി നഷ്ടമായി. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ എല്ലാവരും ഇന്ന് അവൻ്റെ മക്കളല്ല. എനിക്കും നിങ്ങൾക്കും ഒരേ ഒരു മാർഗത്തിൽ കൂടി മാത്രമേ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കഴിയുകയുള്ളൂ. ആ മാർഗം കർത്താവായ യേശുക്രിസ്തുവാണ്. സൃഷ്ടിപ്പ് മുഖാന്തരം ഒരിക്കലും നാം ദൈവമക്കളായി തീരുമെന്ന് പുതിയ നിയമം വെളിപ്പെടുത്തുന്നില്ല. പിന്നെയോ തികച്ചും വ്യത്യസ്തമായ ഒരു അടിസ്ഥാനത്തിന്മേലാണ് നമുക്ക് ദൈവമക്കളായി തീരുവാൻ കഴിയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലും നാം വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തു താങ്കൾക്ക് പകരം മരണം വരിച്ചു എന്നും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നും ജീവിക്കുന്നു എന്നും വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് താങ്കൾ ദൈവ പൈതലായിത്തീരുന്നത്. മറ്റ് യാതൊരു വഴിയുമില്ല. ഇവിടെ നാം വായിച്ചു, ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണി അത്രേ. അതാണ് 8-ാം വാക്യത്തിൽ വായിച്ചത്. ദൈവം നമ്മുടെ സൃഷ്ടാവാകുന്നു എന്ന് അംഗീകരിക്കുന്ന വാചകം അത്രേ ഇത്. അവൻ മനയുന്നവനാണ്, മെടയുന്നവൻ, സൃഷ്ടാവാണ്. ഒരു കളിമൺ പാത്രം ഉണ്ടാക്കുന്നവൻ തീർച്ചയായും അതിൻ്റെ സൃഷ്ടാവാണ്, പിതാവാണ്. അഥേനയിൽ വെച്ച് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്താനമെന്ന് വരികയിൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർത്ത പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല.
മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവൻ എന്ന നിലയിൽ അവൻ്റെ സന്താനമാണ്, ദൈവത്തിൻ്റെ സന്താനമാണ്. എന്നാൽ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ വീണ്ടും ജനിച്ച മക്കളല്ല, സന്താനങ്ങളല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചതുകൊണ്ട് നാം അവൻ്റെ സൃഷ്ടി മാത്രമാകയാൽ നാം ഒരു രൂപമുണ്ടാക്കിയിട്ട് അത് ദൈവത്തിൻ്റെ രൂപമാണെന്ന് പറയരുത്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി ദൈവത്തെ സൃഷ്ടിക്കുവാനാണ് നാം ശ്രമിക്കുന്നത്. ദൈവം അതിനെ വിലക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ 10-ാം വാക്യം വായിക്കട്ടെ. നിന്റെ വിശുദ്ധ നഗരങ്ങൾ ഒരു മരുഭൂമിയായിരിക്കുന്നു, സിയോൻ മരുഭൂമിയും യെരൂശലേം നിർജ്ജന പ്രദേശവും ആയിത്തീർന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശദീകരണം യെശയ്യാവിൻ്റെ കാലത്ത് വാസ്തവമായി തീർന്നിരുന്നില്ല. എന്നാൽ അല്പകാലത്തിന് ശേഷം ബാബേൽ യെരൂശലേമിനെതിരായി വന്നപ്പോൾ അത് സംഭവിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും നാം വായിക്കുന്നത്, അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. യെരൂശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അകമ്പടി നായകനോട് കൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യമൊക്കെയും യെരൂശലേമിൻ്റെ ചുറ്റുമുള്ള മതിലുകളെ ഇടിച്ചു കളഞ്ഞു. യെശയ്യാവിൻ്റെ അങ്ങനെയുള്ള പ്രവചനം അക്ഷരികമായി നിവൃത്തിയായി. ഇനിയും 64-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം കൂടി ഞാൻ വായിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ സ്തുതിച്ചു പോന്നിരുന്നതായി വിശുദ്ധിയും ഭംഗിയുമുള്ള ഞങ്ങളുടെ ആലയം തീക്കിരയായി തീർന്നു. ഞങ്ങൾക്ക് മനോഹരമായിരുന്നതൊക്കെയും ശൂന്യമായി കിടക്കുന്നു. ഇത് സംഭവിച്ചു കഴിഞ്ഞതുപോലെയാണ് യെശയ്യാവ് ഇവിടെ സംസാരിക്കുന്നില്ലേ? എന്നാൽ യെശയ്യാവ് പറഞ്ഞതിന് 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. യെരൂശലേം നശിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ദേവാലയവും നശിപ്പിക്കപ്പെട്ടു. 64-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, യഹോവേ നീ ഇത് കണ്ട് അടങ്ങിയിരിക്കുമോ? നീ മിണ്ടാതെ ഇരുന്ന് ഞങ്ങളെ അതികഠിനമായി ക്ലേശിപ്പിക്കുമോ? ഈ ചോദ്യത്തോടു കൂടെയാണ് പ്രവാചകൻ ഈ അധ്യായം അവസാനിപ്പിച്ചിരിക്കുന്നത്. ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ് യെശയ്യാ പ്രവചനത്തിൻ്റെ ശേഷിച്ച ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന അടുത്ത 2 അധ്യായങ്ങൾ. ഇസ്രായേൽ ദൈവത്തെ ത്യജിച്ചതിന് ശേഷമാണ് ദൈവം അവരെ ത്യജിച്ചു കളഞ്ഞത്. എന്നാൽ താൽക്കാലികമായി അവരുടെ ഭ്രംശം അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമമായ പദ്ധതിയെയും ഉദ്ദേശത്തെയും മറിച്ച് കളയുന്നില്ല. ദൈവം അവരെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമുള്ള തൻ്റെ ഉദ്ദേശ നിവൃത്തിയിലേക്ക് മുന്നേറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ശേഷിപ്പിൻ്റെ ഈ മനോഹരമായ പ്രാർത്ഥനയുടെ അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ. ആശ്രയത്വത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും അതുപോലെ തന്നെ സമർപ്പണത്തിൻ്റെയും വാക്കുകളാണിത്. ശേഷിപ്പ് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നതായി യെശയ്യാ പ്രവചനം 63:16 നാം കാണുന്നു. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവയെ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിൻ്റെ നാമം. ഇസ്രായേൽ ഒടുവിൽ അനുസരണയുള്ള മക്കളും കളിമണ്ണ് പോലെ മെരുക്കമുള്ളവരുമായി തീരും. അതെ, അങ്ങനെ ഈ ശേഷിപ്പ് അനുസരണത്തോടും താഴ്മയോടും കൂടെ ദൈവത്തോട് അവൻ്റെ കോപത്തെ അടക്കുവാനും അവരിൽ കരുണ കാണിപ്പാനും അപേക്ഷിക്കും. യെരൂശലേം നഗരം ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ പട്ടണങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും ആലയം പോലും ചുട്ട് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും അവർ ദൈവത്തോട് അറിയിക്കും. എന്തെങ്കിലും ഞങ്ങൾക്കായി ചെയ്യണമേ എന്ന് ആ ജനം ദൈവത്തോട് കേണപേക്ഷിക്കുന്നു. അതിനുള്ള ദൈവത്തിൻ്റെ പ്രതികരണം 65-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 65-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, അത് എൻ്റെ മുൻപാകെ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ പകരം വീട്ടി അല്ലാതെ അടങ്ങിയിരിക്കയില്ല, അവരുടെ മാർവിടത്തിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടും. യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിച്ചത്, സിയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കയില്ല, യെരൂശലേമിനെക്കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല, അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ എന്നത്രേ. ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്. എന്നെ ശ്രദ്ധിക്കുന്നതായ പ്രിയ സുഹൃത്തെ, താങ്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ശ്രദ്ധയും താല്പര്യവും എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് തിരിച്ചറിയുന്നത് ജീവിതത്തിലെ മുൻപോട്ട് പോകുവാനുള്ള പ്രോത്സാഹനമായി ഉത്തേജനമായി മാറുകയാണ് ചെയ്യുന്നത്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ഉറപ്പോടുകൂടെ ജീവിക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ അവിടുന്ന് പ്രവർത്തിക്കാതിരിക്കുന്നതെന്ത്
എന്ന് പലപ്പോഴും നാം കേൾക്കുന്നൊരു ചോദ്യമാണ്. എന്നാൽ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിക്കിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവിടുന്ന് കേൾക്കാതെ വണ്ണം അവിടുത്തെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്നാകുന്നു പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിശ്വാസമാകുന്നു ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പാപം. വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.